റൈറ്റ് നമ്മുടെ ഓഫീസിലേക്കല്ലേ? അതെ മാഡം. എന്നാ വഴി പോ. ശരി മാഡം. മാഡം, ഞാനെടുത്ത ഫോട്ടോയും വീഡിയോ ഒക്കെ അയച്ചു തരാം. ശരി മാഡം. ആവശ്യം വരും. അമ്മേ. മോനെ എവിടെയാ? നിനക്ക് സുഖമല്ലേടാ? എന്ത് സുഖമേ? എന്താടാ മോനെ നീ അങ്ങനെ പറഞ്ഞേ? വേറെ എങ്ങനെ പറയണം? ഇവിടെ ഒരു മിനിറ്റ് പോലും റെസ്റ്റ് ഇല്ല. ജോലി ജോലി ജോലി, അതാണ് എന്റെ അവസ്ഥ. അമ്മ എന്തൊക്കെയാ പറഞ്ഞേ? രാജാവിനെ പോലെ സുഖമായിട്ട് ജീവിക്കാന്ന്. ഞാനിപ്പോഴേ ഇവിടെ കാർ സെന്ററിൽ കാർ എഴുതിക്കൊണ്ടിരിക്കുക. നല്ല സുഖ. എടാ മക്കളെ, നിന്നെ കുറിച്ച് ഓർത്തിട്ട് അമ്മയ്ക്ക് ഒരു സമാധാനവും ഇല്ലടാ. എടാ, മറ്റാർക്കും ഒരു സംശയം തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ജോലി ചെയ്തേ പറ്റൂ. ഇല്ലെങ്കിൽ അവര് ചിന്തിക്കില്ലേ ഈ വാടക കൊടുക്കാനും കഴിക്കാനും ഒക്കെ നിനക്ക് കാശ് എവിടുന്നാണെന്ന്. സംശയം വന്നാ പിന്നെ നിന്നെ പറ്റി അന്വേഷിക്കും, നിന്നോട് ചോദ്യങ്ങൾ ചോദിച്ചോണ്ടേയിരിക്കും. എല്ലാം ഞാൻ ആലോചിച്ചതിന് ശേഷമാ നിന്നോട് ജോലിക്ക് പോകാൻ പറഞ്ഞത്. എടാ മക്കളെ, ഈ കഷ്ടപ്പാടൊക്കെ കുറച്ചു കാലത്തേക്കല്ലേ. നിന്റെ നല്ല ഭാവിക്ക് വേണ്ടിട്ടല്ലടാ അമ്മ എപ്പോഴും ഈ പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ നിനക്ക്? ഇപ്പൊ തീർക്കാം സാറേ. എടാ, ആരടാ സംസാരിച്ചേ? അതോ, അതിവിടുത്തെ സൂപ്പർവൈസറാ. ഉച്ചക്ക് സദ്യയുണ്ട്, 100 കറിയും 3-4 പായസവും കഴിക്കാൻ വിളിച്ചതാ. ആണോ? എന്നാ മോൻ വയറ് നിറച്ച് കഴിക്കണേ, ഒട്ടും ബാക്കി വെക്കരുത് കേട്ടോ. അയാള് ഞാൻ ഫോൺ ചെയ്ത് നിൽക്കുന്നതിനിട്ട് ചീത്ത വിളിച്ചിട്ട് പോയതാ. അതെ, പിന്നെ മാഷ് വരാൻ സമയായി. അമ്മ പിന്നെ വിളിക്കാമേ. ശരി. ഇയാളെ ഞാൻ ശരി കൗതി, നീ പൊയ്ക്കോ, വൈകിട്ട് കാണാം. ശരിയാക്കോ ചേട്ടാ, പോട്ടെ. ശരി. സർവേ കഴിഞ്ഞോ? കഴിഞ്ഞു രാജേട്ടാ. വെയിലത്തുനിന്ന് ആകെ ക്ഷീണിച്ചു പോയി. എന്തു പറ്റി ആകാശേ? സൗമ്യ, ചീഫ് എഞ്ചിനീയർ എനിക്ക് മെമ്മോ അയച്ചിരിക്കുന്നു. മെമ്മോയോ? ഇപ്പൊ എന്ത് മെമ്മോ അടിക്കാൻ കാര്യം? ആകാശ് ജോലിയെല്ലാം കൃത്യമായി ചെയ്യുന്ന ആളല്ലേ? പറഞ്ഞ ജോലിയെല്ലാം തീർത്തിട്ടാണ് ഞാൻ വന്നത്. ഇപ്പോ മെമ്മോ അയച്ചത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ചീഫ് എഞ്ചിനീയർ മനഃപൂർവ്വം ചെയ്തതാ. ഇതിനും വേണ്ടി ആകാശിനോട് ദേഷ്യം എന്താ? മാഡം വരുന്നുണ്ട്. എനിക്കെന്തിനാ മെമ്മോ അയച്ചത്? മാഡം പറഞ്ഞ ജോലിയെല്ലാം ഞാൻ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ഞാൻ പറഞ്ഞ ജോലി എല്ലാം ചെയ്തോ? ഞാൻ പറഞ്ഞോ നിങ്ങളുടെ ഭാര്യയും കൂട്ടി നാട് ചുറ്റാൻ? സർവേ നടത്തി അവിടെ വെയിറ്റ് ചെയ്യാനല്ലേ ഞാൻ പറഞ്ഞത്? ഞാൻ പറഞ്ഞോ ഭാര്യയും കൊണ്ട് നാട് ചുറ്റാൻ? ഇല്ലല്ലോ. അതിനാ മെമ്മോ. മാഡം, ഞാൻ എന്റെ ഭാര്യയുമായിട്ട് നാട് ചുറ്റിയെന്ന് മാഡത്തോട് ആരാ പറഞ്ഞേ?